ഇവള് ഞാൻ ചോദിക്കാന്ന് പറഞ്ഞ് തിരിയുമ്പോഴാണ് വിൻഡോയിലൂടെ ഒരു ഞെട്ടിത്തരിക്കുന്ന സംഭവം കാണുന്നത്. ഇപ്പോഴാണ് ഈ സിനിമയുടെ അവസ്ഥ എനിക്ക് മനസ്സിലായത്. അതായത് എലി തന്നെ അവളുടെ രൂപം ബോട്ടിലൂടെ വരുന്നത് കാണുകയാണ്. അതായത് എലി ഒരു ദിവസം മുന്നേ സഞ്ചരിച്ചപ്പോ ഇന്നലത്തെ ദിവസം എത്തിപ്പെട്ടിരിക്കുക. ആ സമയത്ത് അവള് വീട്ടിലേക്ക് വരികയായിരുന്നു. അതിനെ തന്നെയാണ് ഇവള് വീണ്ടും കാണുന്നത്. മറ്റേ രണ്ടാനച്ഛന്റെ അനുജനും അപ്പൊ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങേരോട് ഇവള് പറഞ്ഞ വർത്താനം അവൾക്ക് കേൾക്കാം. ഇത് കണ്ട് നമ്മുടെ പെണ്ണ് ഞെട്ടിത്തരിച്ചിങ്ങനെ വിറച്ചു നിൽക്കുക. അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഉടനെ അവള് ഈ ബോട്ടിന് ഒരു താക്കോല് കൂടെ ഉണ്ട്. അതെടുത്ത് വീടിന്റെ പിൻവാതിൽ വഴി ഓടിച്ചെന്ന് ആ ബോട്ടിൽ കയറും. എന്നിട്ട് ആ ബോട്ടും എടുത്ത് ഒരൊറ്റ പോക്ക. അങ്ങനെയാണ് ഈ ബോട്ടും കൂടെ കാണാതായത്. നേരത്തെ കാണാതായില്ലേ ആ കഥയിലെ ട്വിസ്റ്റ്. ഇപ്പൊ അവളുടെ കൈ സീഷർ വരുന്നത് പോലെ കിടന്ന് വിറയ്ക്കുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഹീറോ ബോട്ടിലൂടെ ഇതേ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. എവിടേക്കാണോ എലി വരുന്നത് അതേ സ്ഥലത്തേക്ക്. അപ്പൊ ആ പാലത്തിന് കുഴപ്പമൊന്നുമില്ല. എലി വരുമ്പോൾ മാത്രമാണ് പാലം പൊട്ടിക്കിടക്കുന്നത്. എലി ആ പ്രദേശത്തിനകത്ത് ചെല്ലുമ്പോൾ, അതായത് ഇന്നലെയാണല്ലോ സമയം, അവിടെ ചെല്ലുമ്പോൾ അനിയത്തിക്കുട്ടിയുടെ ബോട്ട് അവിടെ കാണും. പോലീസുകാർ കാണുന്നതിന് മുന്നേ അവൾ കണ്ടു. ഈ നേരത്ത് ഹീറോയും ഏതാണ്ട് അതേ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ എലി അനിയത്തി അന്വേഷിച്ച് നടക്കുക, പേരും വിളിച്ച്. അങ്ങനെ അവള് മുന്നോട്ട് ഓടുമ്പോൾ നേരത്തെ അവള് പാസ് ചെയ്തു പോയ ആ ഇൻവിസിബിൾ ലെയറിൽ കൂടെ, അതേപോലത്തെ 2 ലെയറിൽ കൂടെ ഇവള് പാസ് ചെയ്തു പോകുന്നുണ്ട്. പെട്ടെന്ന് അവളുടെ ചെവിയിൽ നിന്നും രക്തവും വരും. അപ്പോഴാണ് മുന്നിൽ തന്റെ അനിയത്തി ബോട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന അവള് കാണുന്നത്. ഈ നേരത്ത് ആ സ്ഥലത്തേക്ക് എന്നെ ഓടി വന്ന ഹീറോയും ഇതേപോലത്തെ 2 ഇൻവിസിബിൾ ലെയറിൽ കൂടെ കടന്നു വരുന്നുണ്ട്. അപ്പൊ ഹീറോയ്ക്ക് മുന്നിൽ ഒരു പെൺകുട്ടി ബോധം കെട്ട് കിടപ്പുണ്ടാവും. അതാരാണെന്ന് അറിഞ്ഞില്ല. ഇവിടെ എലി അനിയത്തിക്കുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് നീ എന്തിനാടി പെണ്ണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അനിയത്തിക്കുട്ടി പറയാണ്, ഞാൻ ചേച്ചിയെ ഫോളോ ചെയ്ത് വന്ന. ചേച്ചി എന്തിനാ പിണങ്ങിപ്പോയത് വീട്ടിൽ നിന്ന്? ക്ലാരയുടെ വീട്ടിലേക്കല്ലേ പോയത്? ഞാനപ്പോൾ ചേച്ചിയെ ഫോളോ ചെയ്ത് വന്നാണെന്ന് പറയും. ചേച്ചി ആ പ്ലേറ്റ് എറിഞ്ഞ് പൊട്ടിച്ചു. നമ്മുടെ പട്ടിക്കുട്ടീനെ ഉപദ്രവിക്കുകയും ചെയ്തു. അമ്മ അതുകൊണ്ട് ഒരുപാട് വിഷമത്തില്ല. ചേച്ചി തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുറകെ വന്നത്. ഇത് കേട്ട ഉടനെ ഹീറോയും ചോദിക്കുകയാണ്, നീ എന്താടി പെണ്ണ ഈ പറയുന്നത്? അത് സംഭവിച്ചിട്ട് 1 മാസം കഴിഞ്ഞല്ലോ. നീ ഇപ്പൊ എന്തിനാ അതിനെപ്പറ്റി ചോദിക്കുന്നു? ഇങ്ങനെ എലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനിയത്തിക്കുട്ടിയുടെ വാ ശ്രദ്ധിക്കുക. അവളുടെ പല്ലിനിയും പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 1 മാസം മുന്നത്തെ സമയമാണ് എലി ഇപ്പൊ സഞ്ചരിച്ച് എത്തിപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഹീറോ ആ പെൺകുട്ടിയെ നോക്കുമ്പോൾ ഒരു കമ്പ പെൺകുട്ടിയുടെ വയറ്റിൽ കുത്തി അവൾക്ക് സാരമായ പരിക്കുണ്ട്. ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹീറോ സഹായത്തിന് വേണ്ടി ആൾക്കാരെ വിളിക്കുന്നുണ്ട്. ഒച്ച വെച്ച് ആൾക്കാരെ വിളിക്കും, അടുത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. ആ നേരം ഇവിടെ എലി അനിയത്തിക്കുട്ടിയെ വിളിച്ചുകൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് പോവാ. ഹീറോയാണെങ്കിൽ സഹായത്തിന് ആരെയും കിട്ടാത്തതുകൊണ്ട് ആ പെൺകുട്ടിയും പൊക്കിയെടുത്ത് ആൾക്കാരുള്ള പ്രദേശത്തേക്ക് നടക്കാൻ തുടങ്ങും. അങ്ങനെ ആ കാടിന് പുറത്തേക്ക് വരുമ്പോണ്ട് പണ്ട് കാലത്ത് ആ ലേക്കിൽ സ്ഥാപിച്ചിരുന്ന പഴയ ബോർവെല്ല് കാണും. അതിപ്പോ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവനൊന്നും മനസ്സിലാവില്ല. ഈ ലേക്കാകെ വറ്റി വരണ്ട അവസ്ഥയിലായിരിക്കും. ഇവിടെ എലിയാണെങ്കിൽ അനിയത്തിക്കുട്ടിയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു. അപ്പൊ 1 മാസം മുന്നേ പാത്രങ്ങളെല്ലാം എറിഞ്ഞു പൊട്ടിച്ച് എലി എങ്ങനെയാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അതേ അവസ്ഥയിലായിരിക്കും വീടുണ്ടാവുക. അമ്മയാണെങ്കിൽ എലി ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. രണ്ടാനച്ഛനാണെങ്കിൽ ഇനി ഈ വീട്ടിൽ അമ്മയുടെ കൂടെ വഴക്കുണ്ടാക്കിയാൽ ഞാൻ ഷെരീഫിനെ വിളിച്ച് എല്ലാം പറയുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. അപ്പൊ എലി പറയും, ഡാനിയൽ ഡാഡി എന്നെ നിങ്ങൾ എന്തു വേണേലും പറഞ്ഞോ, പക്ഷെ അനിയെ ഒരിക്കലും ആ തടാകത്തിലേക്ക് വിടാൻ പാടില്ല, അത് അവൾക്ക് ആപത്താണെന്ന് പറയും. അതിനച്ഛൻ, നീ ഈ വീട്ടിൽ എല്ലാവരോടും വഴക്കുണ്ടാക്കിയിട്ട് ഇപ്പൊ നല്ല പിള്ള ചമയാണോ? അവളോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ ആദ്യം നല്ല ചേച്ചിയാവാൻ നോക്കെന്നും പറഞ്ഞ് രണ്ടാനച്ഛൻ അവിടുന്ന് മാറിപ്പോവും. ഇവിടെ ഹീറോ ആ പെൺകുട്ടിയെയും കൊണ്ട് വീണ്ടും മുന്നിലേക്ക് നടക്കുമ്പോഴാണ് ഈ ഡാം പണിത് വരുന്നത് കാണുന്നത്. അതായത് പണ്ടേ പണിത് വെച്ചിരിക്കുന്ന ഡാമിനെ ഇപ്പൊ ഹീറോ നോക്കുമ്പോൾ അത് പണിത് വരുന്നതായിട്ടാണ് കാണുന്നത്. ആ സമയത്ത് 1-2 പഴയ വണ്ടികൾ അതിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. ഹീറോ ഉടനെ ആ വണ്ടിക്കാരെ വിളിച്ച് ഈ പെൺകുട്ടിക്ക് അടി പറ്റിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കണം എന്ന് പറയും. അപ്പോൾ ഒരു അപ്പൂപ്പൻ പെട്ടെന്ന് ആ പെൺകുട്ടിയെ കയറ്റ്, അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് ചെന്നായ്ക്കൾ വരുന്നു പറയുന്നുണ്ട്. ഹീറോയ്ക്കൊന്നും പിടികിട്ടില്ല. ഹീറോ ഇത് കാഡോ ലേക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അപ്പൂപ്പൻ ഇത് കാഡോ ലേക്കാണ്, മോന്റെ പേരെന്താ, മോൻ ആരാണെന്ന് ചോദിക്കുക. ഹീറോ പറയും, എന്റെ പേര് പാരിസ് എന്നാണ്, ഞാൻ ബെൻലാങ്ങിന്റെ മകനാണെന്ന്. ബെൻലാങ്കോ? അതാരാണ്? നീ എവിടുന്നാണ് വരുന്നത്? ഹീറോ 1-2 കമ്പനികളുടെ പേരൊക്കെ പറയുന്നുണ്ട്. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ കാലത്തെ കുടിച്ചിട്ടുണ്ടോ എന്നവർ ചോദിക്കും. അപ്പോഴാണ് ഹീറോ ഇതേതാണ് വർഷം എന്ന് ചോദിക്കുക. വണ്ടിയിൽ 2 പശുക്കളൊക്കെ ഉണ്ട്. അത് കണ്ടിട്ടായിരിക്കും ചോദിക്കാൻ തോന്നിയിട്ടുണ്ടാവുക. ആ അപ്പൂപ്പൻ പറയും 52 ആണെന്ന്, 1952 ആണെന്ന്. ഹീറോ ആകെ അന്തം വിട്ട് നിൽക്കാണ്. അപ്പൊ അപ്പൂപ്പന്മാര്, നീ ആ പെൺകുട്ടി എന്തെങ്കിലും ചെയ്താണോടാ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോ ഒന്നും പറയില്ല. ശരി, നമുക്കെന്തായാലും ഈ പെൺകുട്ടി ആശുപത്രിയിലേക്ക് എത്തിക്കാമെന്നും പറഞ്ഞ് അവരാ കുട്ടിയും കൊണ്ട് വണ്ടി വിട്ടുപോകും. ആ സമയത്ത് ഹീറോ എങ്ങനെയെങ്കിലും തിരിച്ചു വരാൻ വേണ്ടി അവിടുന്ന് വീണ്ടും കാട്ടിലേക്ക് ഓടുന്നുണ്ട്. ഇവിടെ എമ ഇപ്പൊ എത്തിപ്പെട്ടിരിക്കുന്ന 1 മാസം മുന്നേ. അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, വീണ്ടും പഴയ സ്ഥലത്തേക്ക് പോയാലേ അനിയത്തിയെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ എന്നറിഞ്ഞിട്ട് വീണ്ടും അതേ സ്പോട്ടിലേക്ക് വള്ളവും തുഴഞ്ഞു വരുമായിരിക്കും. ആ നേരം ഇവിടെ ഹീറോ ലേക്കിലെ വെള്ളം താഴ്ന്ന സമയങ്ങളൊക്കെ പരിശോധിക്കുക. അതിൽ 1952 കൂടെ വരുന്നുണ്ട്. ഈ താഴ്ന്ന സമയങ്ങളെല്ലാം നോക്കുമ്പോൾ ഹീറോയ്ക്ക് തിരിച്ച് തന്റെ അതേ കാലഘട്ടത്തിലേക്ക് പോകാൻ പറ്റൂ എന്നുള്ളത് മനസ്സിലായി. ഇനി ആ ഇൻവിസിബിൾ ലെയറിന്റെ അടുത്തേക്ക് പോയാൽ മതി. അങ്ങോട്ട് പോകാൻ നോക്കുമ്പോണ്ട് ഈ സമയത്ത് ഒരുപാട് ചെന്നായ്ക്കൾ ആ സ്ഥലത്തോടെ നടക്കുന്നുണ്ട്.
പോകുന്നുണ്ടാവും. പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കട്ട് ചെയ്താൽ നമ്മുടെ എലിയുടെ അടുത്തേക്ക് വരാണ്. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. അവൾ മെല്ലെ ആ സ്പോട്ടിലേക്ക് വള്ളവും തുഴഞ്ഞു പോകുന്നു. താൻ നേരത്തെ നടന്ന സ്ഥലങ്ങൾ കാൽപാദം വെച്ച് പരിശോധിച്ച് നോക്കി ഇവള് വീണ്ടും വീണ്ടും അകത്തേക്ക് പോകും. മുന്നത്തെ പോലെ തന്നെ ആ 2 ഇൻവിസിബിൾ ലെയറിൽ കൂടെയും ഇവള് കടന്ന് പുറത്തേക്ക് വന്നു. എന്നാൽ ആ 2 ലെയർ മാത്രം പോരാ, അതിന് വേറെ ഏതെങ്കിലും സമയത്തേക്ക് കൊണ്ടുപോയാലോ? അപ്പോഴായിരിക്കും ഇവളുടെ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നത് കേൾക്കുന്നത്. അത് അവളുടെ ബോട്ട് പ്രസന്റ് സമയത്തിൽ നിൽക്കുന്ന ഭാഗത്തു നിന്നാണ് റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഭാഗം നോക്കി ഇവള് വീണ്ടും നടക്കുന്നു. അപ്പൊ വീണ്ടും 2 ഇൻവിസിബിൾ ലെയറിൽ കൂടെ ഇവള് കടന്നു പോകുന്നുണ്ട്. ഈ നേരത്ത് ഹീറോ അതേ സ്ഥലത്തേക്ക് വന്ന് നമ്മുടെ പഴയ പൂമ്പാറ്റകളില്ലേ, അത് പറന്നുപോയി മാഞ്ഞു പോകുന്ന സ്ഥലം നോക്കി നടന്നു പോകും. അപ്പൊ ഹീറോയും അതേ ഇൻവിസിബിൾ ലെയറിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഈ നേരത്ത് എലി പണ്ട് എവിടെയാണോ ഉണ്ടായിരുന്നത് അതേ സ്ഥലത്തേക്ക് തിരിച്ചെത്തി, അതായത് പ്രസന്റ് കാലത്തേക്ക്. അവൾക്ക് അവളുടെ മൊബൈൽ ഫോണും കയ്യിൽ കിട്ടി. ഇപ്പോഴാണ് ആ പൂമ്പാറ്റകൾ പുറത്തേക്ക് പറന്നു വരുന്ന അവൾ കാണുന്നത്. അവൾ ഫോൺ എടുക്കുമ്പോൾ രണ്ടാനച്ഛനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എന്തു പറ്റി? അനയെ കാണുന്നില്ല, എന്നിട്ടിപ്പോ നിന്നെയും കാണാതായാൽ ഞങ്ങൾ ഒരുപാട് വിഷമിക്കും. ദയവ് ചെയ്ത് നീ ഉള്ള സ്ഥലം പറയും. എലി പറയും, ആ പഴയ ബ്രിഡ്ജിന്റെ അടുത്താണ് ഞാനുള്ളത്, നിങ്ങൾ വിഷമിക്കണ്ട, എന്റെ ബോട്ട് ഇവിടെ കുടുങ്ങി, ഇങ്ങോട്ട് വരൂ, ഞാൻ നിങ്ങളോടൊപ്പം വരാം. ഇതും പറഞ്ഞ് കോൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പെൺകുട്ടി ഒരു ഐഡിയ ആലോചിക്കുക. അനിയത്തിയെ തിരിച്ചു കൊണ്ടുവരാൻ അവളുടെ അടുത്തൊരു മാർഗമുണ്ട്. ബോട്ടിലുള്ള കയറെടുത്ത് അവൾ എവിടുന്നാണോ പുറപ്പെട്ടത് അവിടെ ആ കയറ് മരത്തിൽ കെട്ടി ഇവൾ ആ ഇൻവിസിബിൾ ലെയറിൽ കൂടെ അകത്തേക്ക് നടന്നു പോവാ. അവിടുന്ന് കിട്ടുന്ന അനിയത്തിക്കുട്ടിയെ പൊക്കിയെടുത്തുകൊണ്ട് ഈ സ്ഥലത്തേക്ക് തിരിച്ചു വന്നാൽ മതിയല്ലോ. അതായിരിക്കണം അവളുടെ പ്ലാൻ. ഈ നേരത്ത് ഇതേ സ്ഥലത്തൂടെ പാസ് ചെയ്തു പോകുന്ന ഹീറോ ഈ കയർ കാണുന്നുണ്ട്, ഈ മഞ്ഞ കയർ. അവൻ ആ കയറിൽ പിടിച്ച് പുറത്തേക്ക് വരും. എലിയാണെങ്കിൽ ഈ കയറ് കൊണ്ടുപോയി മറുവശത്ത് കെട്ടിവെച്ചു. അവളുടെ കൈകളാണെങ്കിൽ ഷിവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഹീറോ എലി കൊണ്ടുവന്ന ബോട്ട് ഹീറോയ്ക്ക് കണ്ടുകിട്ടി. എലിക്കാണെങ്കിൽ ഇപ്പൊ അവൾ എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അനീത്തിയുടെ ഒരു ബാഗ് കണ്ടുകിട്ടും. അവിടെയുള്ള ഒരു പഴയ ബോട്ടും എടുത്ത് തുഴഞ്ഞവള് കരയിലേക്ക് പോവാ. ആ നേരത്ത് എലിയുടെ ബോട്ടും എടുത്ത് ഹീറോ ഈ കരയിൽ അവന്റെ സമയത്ത് അന്വേഷിച്ച് ചെന്നുകൊണ്ടിരിക്കുക. അപ്പണ്ട് താൻ പാസ് ചെയ്ത് വന്ന ആ നല്ല പാലം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന കാണും. പെട്ടെന്നായിരിക്കും 1-2 പോലീസ് ബോട്ടുകൾ ആ വഴിക്ക് വരുന്നത്. അവർ നിങ്ങൾ ആരാണ്, നിങ്ങൾ ID കാർഡ് തരൂ, ഞങ്ങൾക്ക് നിങ്ങളെ പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. ഇവരെ കയ്യിൽ കുടുങ്ങിയ പണിയാവുന്ന മനസ്സിലാക്കിയിട്ട് ഹീറോ ബോട്ട് വട്ടം വെച്ച് ഇവരെ ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി വേഗത്തിൽ ഓടിച്ചു പോവാ. ആ നേരത്ത് കൺട്രോള് പോയി ഹീറോ ബോട്ടിടിച്ച് വെള്ളത്തിലേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. ഇവിടെ എലിയാണെങ്കിൽ കയ്യിൽ കിട്ടിയ ചങ്ങാടം തുഴഞ്ഞ് കരയിലേക്ക് എത്തി. കരയിലെ പോസ്റ്റർ കാണുമ്പോൾ 2005 കാലഘട്ടത്തിലേക്കാണ് ഇപ്പൊ അവള് ചെന്നെത്തിപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഹീറോനെ ആണെങ്കിൽ പോലീസുകാർ പിടിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കും. ആ നേരത്ത് ഹീറോ ഇതേതാണ് വർഷം എന്ന് ചോദിക്കുന്നുണ്ട്. പോലീസുകാർ പറയും 2022 ആണെന്ന്. ഉടനെ ഹീറോയ്ക്ക് സീഷർ വരുന്നു, അവന്റെ ബോധം നഷ്ടപ്പെടുകയാണ്. ഈ സമയത്ത് കരയിലേക്ക് വന്ന എലി അവൾ അനിയത്തിയുടെ ഫോട്ടോ കാണിച്ച് അനിയത്തി മിസ്സിംഗ് ആയി പോയി, ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് അവിടെയുള്ള കടക്കാരോടൊക്കെ ചോദിക്കും. അവരാരും കണ്ടിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങിയ എലി അനിയത്തിയെ പോലൊരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. പക്ഷെ അത് വേറെ ആരുടെയോ മകളാണ്. ആ സമയത്തായിരിക്കും അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാറിനകത്ത് തന്റെ അനിയത്തിയുടെ കഴുത്തിലുണ്ടായിരുന്ന അതേപോലത്തെ മാല എലി കാണുന്നു. ഈ സമയത്ത് ഹീറോയോട് പോലീസുകാര് നിനക്കെങ്ങനെ ആ പെൺകുട്ടിയുടെ ബോട്ട് കിട്ടി, നീ എവിടുന്ന് വന്നു, നീ ആരാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നിനും ഹീറോ മറുപടി പറയില്ല. ഇവിടെ എലിയാണെങ്കിൽ ആ കാറിനകത്ത് എങ്ങനെയൊക്കെയോ ഇടിച്ചു പൊളിച്ച് കയറിയിട്ട് തന്റെ അനിയത്തിയുടെ മാലയെടുക്കും. അപ്പൊ ഏതോ ഒരു സ്ത്രീ ആരാടി എന്റെ കാറിനകത്ത്, നീ എന്താ അവിടെ കാണിക്കുന്നെന്ന് ചോദിച്ച് ഇവൾ അടുത്തേക്ക് വരുന്നു. ആ സമയത്ത് എലിയുടെ കൈ തട്ടി കാറിനകത്തുണ്ടായിരുന്ന ഒരുപാട് നോട്ടീസുകൾ നിലത്തേക്ക് വീഴുന്നുണ്ട്. അപ്പൊ എലി ആ സ്ത്രീയോട് പറയും, ഇതെന്റെ നെക്ലസാ, ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നോന്ന്. ഉടനെ ആ സ്ത്രീ, നിന്നോട് ആര് പറഞ്ഞടി അത് നിന്റെ നെക്ലസ് ആണെന്ന്, അത് എന്റെ ആണെന്ന് പറഞ്ഞ് എലിയുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ അടിയായി. അപ്പൊ നാട്ടുകാർ വന്ന് രണ്ടുപേരെയും പിരിച്ചുവിടുന്നുണ്ട്. ആ സമയത്ത് എലി പറയും, ഈ മാല എന്റെ സിസ്റ്ററിന്റേതാ, ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു, നിനക്കാരാണ് ഇത് തന്നത്? അതിന് ആ സ്ത്രീ, ഈ നോട്ടീസിൽ കണ്ടില്ലേ, ഇതാണ് എന്റെ ഭർത്താവ്, അങ്ങേരാണ് ഇതെനിക്ക് തന്നത്, ഇത് അദ്ദേഹത്തിന്റെ അമ്മയുടേതാണ്, മരിച്ചുപോയ അന്നയുടെ. അവര് മരിച്ചു കഴിഞ്ഞ് ഈ മാല അദ്ദേഹം എനിക്ക് സ്വന്തമായിട്ട് തന്ന. ഇപ്പൊ മനസ്സിലായോ ഇതെന്റേതാണെന്ന്? ഇത് കേട്ട എലി ഈ സ്ത്രീ അടിച്ചു വെച്ചിരിക്കുന്ന നോട്ടീസുകൾ ശ്രദ്ധിക്കും. അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുക ഹീറോനെയാണ് കാണാനില്ലാന്നും പറഞ്ഞ് ഈ സ്ത്രീ അന്വേഷിച്ച് നടക്കുന്നു. ആ സ്ത്രീ എലിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് അങ്ങേര് എവിടെയാണെന്ന് അറിയാമോ, പുള്ളിയാണോ നിന്നെ പറഞ്ഞു വിട്ടത്? ഇതും പറഞ്ഞ് അവര് തന്റെ കയ്യിലെ കരയുന്ന കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നു. ദാറ്റ്സ് ഓക്കെ എലി, കരയാതെ കരയാതെ, അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല. അത് കേൾക്കുമ്പോഴാണ് നമ്മുടെ എലി ഞെട്ടിപ്പോവുക. അതായത് താനിപ്പോ മോന്തയ്ക്കൊരു കുത്തു കൊടുത്ത സ്ത്രീ തന്റെ അമ്മ തന്നെയായിരുന്നു. ആ കയ്യിലുള്ള കുഞ്ഞ് ഇവള് തന്നെയാണ്, എലി തന്നെയാണ്. എന്താടാ ഇത്? ആ സമയത്ത് അമ്മ എലിയോട് ചോദിക്കുക, അങ്ങേരാണ് നിന്നെ പറഞ്ഞു വിട്ടതെങ്കിൽ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ പറയൂ, ഞങ്ങൾക്ക് അങ്ങേരില്ലാതെ പറ്റില്ല. ഈ മോളുടെ കാര്യമെങ്കിലും നീ അങ്ങേരോട് പറയണം. ഞാൻ അദ്ദേഹത്തോട് ദേഷ്യപ്പെടില്ല. നിങ്ങൾ ഒരുമിച്ചാണ് കഴിയുന്നെങ്കിൽ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടെങ്കിലും അദ്ദേഹത്തെ തിരിച്ചു വരാൻ പറയും. അമ്മ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എലി അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. സോ എലി ഈ ഭൂതകാലത്തേക്ക് വന്നതുകൊണ്ട് അച്ഛന്റെ കാമുകി എലിയാണെന്ന് അമ്മ തെറ്റിദ്ധരിച്ചായിരുന്നു.
ഇപ്പൊ മറ്റൊരു സംശയം എലിക്ക് ഉടലെടുക്കുന്നുണ്ട്. കാണാതായ തന്റെ അനിയത്തിക്കുട്ടിയുടെ കഴുത്തിൽ ഈ മാല ഉണ്ടായിരുന്നല്ലോ, അതേ മാലയാണ് മുത്തശ്ശിയുടെ കയ്യിലുണ്ടായിരുന്നത്. ഇവൾ ഉടനെ അടുത്തുള്ള കമ്പ്യൂട്ടർ സെന്ററിലേക്ക് പോകുന്നു. ഈ നേരത്ത് വീണ്ടും തിരിച്ച് ഹീറോയുടെ അടുത്തേക്ക് വന്നാൽ പോലീസുകാർ അന്നയുടെ ഫോട്ടോ കാണിച്ച്, അനിയത്തിക്കുട്ടിയുടെ ഫോട്ടോ കാണിച്ച് അവൾ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോ എനിക്കറിയില്ല, എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഇപ്പൊ പിടിച്ചു നിന്നുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ട്. ഈ നേരത്തെ എലിയാണെങ്കിൽ കഫേ സെന്ററിൽ വന്ന് മുത്തശ്ശി അന്നയെപ്പറ്റി സെർച്ച് ചെയ്യുന്നുണ്ടാവും. പണ്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്തവർക്കൊക്കെ ഈ സ്ക്രീൻ സേവർ ഓർമ്മയുണ്ടാവും. അങ്ങനെ മുത്തശ്ശിയെപ്പറ്റി പരിശോധിക്കുമ്പോൾ അവര് കാർ ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചതായിട്ടൊക്കെ മനസ്സിലാവുന്നു. മുത്തശ്ശിയുടെ ഫോട്ടോ നോക്കുമ്പോഴാണ് വീണ്ടും ഇവൾക്ക് സംശയം വരുന്നത്. ഈ നേരത്ത് ഹീറോ ആണെങ്കിൽ പോലീസുകാരോട് എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോണെന്നും പറഞ്ഞ് പോലീസുകാരെ പറ്റിച്ച് ആ ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുക. ആ നേരം വീണ്ടും എലിയുടെ അടുത്തേക്ക് വന്നാൽ അനിയത്തിക്കുട്ടി മിസ്സാവുന്ന സമയം അവൾക്ക് 8 വയസ്സ്, മുത്തശ്ശി മരിക്കുന്ന സമയം അവർക്ക് 55 വയസ്സ്. ഇതെല്ലാം തമ്മിൽ കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ മുത്തശ്ശിക്ക് 8 വയസ്സുള്ള സമയം വർഷം 52 ആയിരിക്കും. അങ്ങനെ ആ 52-ാം വർഷത്തിലെ ഈ ടൗണിൽ താമസിച്ച 8 വയസ്സുള്ള കുട്ടികളുടെ സ്കൂൾ ഫോട്ടോ ഗാലറി എലി പരിശോധിക്കുകയാണ്. ഈ സമയത്ത് ഹീറോ ആശുപത്രിയിലെ TV ന്യൂസിൽ താൻ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി കൊടുത്ത പെൺകുട്ടി ഈ കാലഘട്ടത്തിൽ മിസ്സായി പോയ അന്ന ബെന്നറ്റ് ആണെന്ന് മനസ്സിലാക്കും. അതിൽ തന്നെ ഹീറോയ്ക്ക് ചിലതൊക്കെ പിടികിട്ടുന്നുണ്ട്. ഇപ്പൊ ഇവിടെ എലി തന്റെ അനിയത്തിക്കുട്ടിയുടെ ഫോട്ടോയും 52-ൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും തമ്മിൽ പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ടും ഒരേ ആളാണെന്ന് മനസ്സിലായി. വീണ്ടും അടുത്തടുത്ത വർഷങ്ങൾ അവൾ പരിശോധിക്കുക. ആ നേരത്ത് ഇവിടെ ഹീറോ ആശുപത്രിയിലെ നഴ്സുമാര് തന്റെ അച്ഛന്റെ പേരുള്ള ഒരു പേഷ്യന്റ് ഇവിടെ അഡ്മിറ്റ് ആയ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അച്ഛനിപ്പോ ഈ ആശുപത്രിയിലുണ്ട്. എലിയാണെങ്കിൽ തന്റെ മുത്തശ്ശിയുടെ ഓരോ വളർച്ചയും അതിന്റെ ഫോട്ടോഗ്രാഫ്സും കണ്ട് സന്തോഷിക്കുക. അവരെ കല്യാണം കഴിഞ്ഞത്, കുട്ടികളായത് എല്ലാം ഉണ്ട്. ഒരുപാട് സന്തോഷത്തോടെയാണ് അവർ ജീവിച്ചിരുന്നത്. അവരുടെ മകനാണ് എലിയുടെ അച്ഛൻ. അതായത് ആരുടെ മകനാണ്? നമ്മുടെ എലിയുടെ കാണാതെ പോയ അന്ന എന്ന അനിയത്തിക്കുട്ടിയുടെ മകനാണ് എലിയുടെ അച്ഛൻ. കൺഫ്യൂസ് ആവുന്നില്ലെന്ന് വിചാരിക്കുന്നു. ആവുകയാണെങ്കിൽ അവസാനം ഒന്നുകൂടെ പറയാം. ഇപ്പൊ ഹീറോ ആശുപത്രിയിൽ വെച്ച് മരിക്കാൻ കിടക്കുന്ന തന്റെ അച്ഛനെ കാണുന്നുണ്ട്. അച്ഛനോട് ഹീറോ പറയും, ഞാൻ അമ്മയെ കണ്ടച്ച, നമ്മുടെ തടാകത്തിൽ സമയം മാറ്റുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ അമ്മയെ കണ്ടിരുന്നു. ഒരു കൊച്ചു കുട്ടിയായിരുന്നു അമ്മ. ഞാൻ അവരെ എൻ്റെ കയ്യിൽ താങ്ങി കൊണ്ടുപോയി. ഞാനാണ് രക്ഷപ്പെടുത്തിയത്. എനിക്കവരെ കാണാൻ കഴിഞ്ഞു വച്ചാ. ഇനി എനിക്കൊന്നും വേണ്ട. ഞാൻ അവരുടെ അടുത്തേക്ക് തിരിഞ്ഞു പോകണം. എനിക്കിനി അധിക സമയമില്ല. ഞാനിപ്പോൾ ഓക്കെയാണ്. അച്ഛനാണെങ്കിൽ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ തിരിച്ചു വരും നിങ്ങളുടെ അടുത്തേക്ക്, എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ഞാൻ തിരിച്ചു വരും. എനിക്ക് കുറച്ചുകൂടെ സമയം വേണമെന്ന് പറഞ്ഞ് ഹീറോ പോലീസുകാർ വരുന്നതിന് മുന്നേ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. ഈ നേരത്ത് നമ്മുടെ എലിക്ക് മനസ്സിലായി അനിയത്തിക്കുട്ടി തന്നെയാണ് തന്റെ മുത്തശ്ശിയെന്ന്. അവൾ ഇനി തിരിച്ച് കുടുംബത്തിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ആ നേരം ഹീറോ വഴിയെ വരുന്ന ഒരു കാറ് മടക്കി അതിൽ ആൾക്കാരെയൊക്കെ ഇറക്കി വിട്ടിട്ട് പെട്ടെന്ന് ആ കാർ എടുത്തിട്ട് പോവാ. അപ്പൊ ഈ കാറിനകത്തുണ്ടായിരുന്നത് നമ്മുടെ എലിയുടെ കുടുംബമാണ്. എലിയുടെ അമ്മയും രണ്ടാനച്ഛനും. എലിയുടെ അമ്മ ഹീറോയെ കണ്ട് ഒരു നിമിഷം പകച്ചു പോകും. അവരുടെ പഴയ കാമുകനെ പോലെയുണ്ട് ഹീറോയെ കാണാൻ. ഹീറോ ആണെങ്കിൽ കാഡോ ലേക്കിലേക്ക് അമിത വേഗത്തിൽ വന്നുകൊണ്ടിരിക്കാവും. ഈ നേരത്ത് എലിയും തിരിച്ചു വരുന്നുണ്ട്. ഈ ലേക്കിന്റെ പാലത്തിലേക്ക് എത്തിയ ഉടനെ പോലീസുകാർ ഹീറോയെ മടക്കി പിടിക്കും. അവരുടെ ഇന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാതെ ഹീറോ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. ഈ സമയത്ത് എലിയാണെങ്കിൽ അതേ സ്പോട്ടിലേക്ക് തിരിച്ചു വന്ന് അവൾ കെട്ടിവെച്ചിരിക്കുന്ന കയറ് പിടിച്ച് അതിലെ വഴി നോക്കി തിരിച്ചു വരികയായിരിക്കും. ആ വരുന്ന വഴിയെ ഇവളുടെ മാല മിസ്സായി പോകുന്നുണ്ട്. ഇവളെ കയ്യിലുണ്ടായിരുന്ന മാല. ആ സമയം ഇവിടെ അച്ഛൻ, അതായത് ഹീറോ വെള്ളത്തിലേക്ക് ചാടിയ സമയത്ത് തന്നെ അവിടുത്തെ ഡാമും പൊട്ടുന്നുണ്ട്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി അച്ഛൻ കരയിലേക്ക് നീന്തുന്നുണ്ടാവും. എന്നാൽ വെള്ളം അങ്ങേരെ അടിച്ചെടുത്ത് പാറയിലും മരത്തിലും മുട്ടിച്ച് അദ്ദേഹത്തിന്റെ ബോധം പോവാണ്. ഇവിടെ എല്ലി തിരിച്ച് തന്റെ സ്ഥലത്തേക്കും തന്റെ കാലഘട്ടത്തിലേക്കും എത്തിക്കഴിഞ്ഞ ഉടനെ അവൾ കെട്ടിവെച്ചിരുന്ന കയറ് മുറിഞ്ഞു പോവുക. ഇനി അങ്ങോട്ട് ആരും വരണ്ട, അത് കണ്ടുപിടിക്കണ്ട എന്ന രീതിയിലായിരിക്കാം അത് തുണ്ടായി പോയിട്ടുണ്ടാവുക. എന്തായാലും നമ്മുടെ പെണ്ണ് പ്രസന്റ് കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി രണ്ടാനച്ഛനും പോലീസുകാരും അവിടെ വന്നിട്ടുണ്ടാവും. നിനക്ക് എന്ത് പറ്റി മോളെ? നീ എവിടെയാണ് പോയതെന്ന് രണ്ടാനച്ഛൻ ചോദിക്കുകയാണ്. അപ്പൊ എലി എന്നെ കാണാതായിട്ട് എത്ര ദിവസമായെന്ന് ചോദിക്കും. 3 ദിവസമായി എന്നാണ് രണ്ടാനച്ഛൻ പറയുക. അവരെല്ലാവരും ഒരുപാട് പേടിച്ചിരിക്കുക. നിന്നെ കിട്ടിയല്ലോ, അത് മതി. അമ്മ എവിടെയാന്ന് ചോദിക്കുമ്പോൾ രണ്ടാനച്ഛൻ പറയും, നിന്നെ അന്വേഷിച്ച് വരുന്ന വഴി ഏതോ ഒരു സ്ട്രേഞ്ചർ നമ്മുടെ കാറ് കട്ടെടുത്തു. അയാളെ കാണാൻ നിന്റെ അച്ഛനെ പോലെ ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. അയാൾ ഡാമിലേക്ക് ചാടി മരണപ്പെട്ടു. അത് കഴിഞ്ഞ് അമ്മ ഇപ്പൊ അപ്സെറ്റാ. അവർക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ് വീട്ടിലിരിപ്പുണ്ട്. എന്തായാലും വായോ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് രണ്ടാനച്ഛൻ എലിയെ വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ എലി പറയും, ഞാൻ ഇത്രയും കാലം പറഞ്ഞിരുന്നില്ലേ നമ്മളൊരു കുടുംബം അല്ലെന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മൾ ഒരു കുടുംബമാണ്. അന്നയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവള് സന്തോഷവതിയാണ്. രണ്ടാനച്ഛനൊന്നും മനസ്സിലാവില്ല. എന്നാലും അയാൾ എലിയെ കെട്ടിപ്പിടിച്ച് കരയും. എനിക്കറിയാം അവൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. എനിക്കിപ്പോ നിന്നെയെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ. ഇത് കഴിഞ്ഞ് എലി വീട്ടിലേക്ക് വരുമ്പോ അമ്മ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആള് ഡാമിലേക്ക് ചാടി മരിച്ച ന്യൂസ് കണ്ടുകൊണ്ടിരിക്കാവും. അവർക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. എലി അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയും, അത് അച്ഛൻ തന്നെയാണ്.
അച്ഛൻ നമ്മുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചതാ. അപ്പോഴാണിത് സംഭവിച്ചത്. അമ്മ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുക. അപ്പൊ എലി അനിയത്തിക്കുട്ടിയുടെ ഫോട്ടോയും പഴയ അമ്മൂമ്മയുടെ ഫോട്ടോയും കാണിച്ചു കൊടുത്തിട്ട് അന്ന വേറെ എങ്ങോട്ടും പോയിട്ടില്ല, അന്നയിൽ നിന്നും തന്നെയാണ് ഈ കുടുംബം ഉണ്ടായെന്ന് പറയും. അവര് നമ്മളെ വിട്ടു പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, അവര് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതായത് അന്നയും അച്ഛനും. അമ്മ മോളെ കെട്ടിപ്പിടിച്ച് കരയും. അതോടുകൂടെയാണ് ഈ മനോഹരമായ സിനിമ അവസാനിക്കുന്നത്. സോ ഗൈസ്, എങ്ങനെയുണ്ട് സിനിമ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലാവാത്തവർക്ക് വേണ്ടി, എലിയുടെ കാണാതെ പോയ അനിയത്തിക്കുട്ടിയില്ലേ, അവള് 1950ലേക്കാണ് പോയത്. പിന്നെ ആ കാലഘട്ടത്തിലാണ് വളരുന്നത്. ഈ വേറെ കാലഘട്ടത്തിലേക്ക് പോയ ആൾക്കാർക്ക് ആ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ സീഷർ ഉണ്ടാവും. അതുകൊണ്ടാണ് അവർക്ക് അത് ഇടയ്ക്കിടെ ഉണ്ടായതും അവസാനം അവർ മരണപ്പെടുകയും ചെയ്തു. ഇപ്പൊ അന്നക്കുട്ടി എന്തായാലും തിരിച്ചു വരില്ല. അവർ ആ കാലഘട്ടത്തിൽ വളർന്നു, സന്തോഷവതിയായിട്ട് വളർന്നു. പിന്നെയാണ് മകനുണ്ടാവുന്നതും മരുമോളുണ്ടാവുന്നതും പേരക്കുട്ടിയൊക്കെ ഉണ്ടാവുന്നു. ഇനി അവർ തിരിച്ചു വന്നാൽ ഈ ജീവിതം എല്ലാം കോഞ്ഞാട്ടയായി പോകും. അതുകൊണ്ട് അതവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഹീറോയ്ക്കും തിരിച്ചു വരാൻ കഴിയില്ല. വന്നാൽ അന്നയുണ്ടാവുന്നില്ല. ഹീറോ എന്തായാലും ഇതിനിടയിൽ പെട്ട് മരണപ്പെടണം, തിരിച്ചു വരാൻ പാടില്ല. എന്നാലേ അന്ന ഉണ്ടാവുള്ളൂ. അമ്മയുടെ വേറെ കല്യാണം, അതിലേതോ സ്ത്രീയുടെ മകളും. പക്ഷെ ആ മകളാണ് അമ്മൂമ്മയായിട്ട് വരുന്നത്. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇനിയും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അറിയേണ്ട ആവശ്യമില്ല, മിണ്ടാണ്ട് കിടന്നുറങ്ങും. ഇത് സിനിമയല്ലേ, നാളെ വേറെ പടം കാണുമ്പോൾ എല്ലാം ശരിയാവും. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നതുവരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.